ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ലോഗ്സ്. അപ്പം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ചാലക്കുടിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും മിക്കും കൂടി 2 വീലറിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം രസമാണല്ലോ, നൈറ്റുമാണ്. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിലൊന്നും കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഷോപ്പ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കല്യാണത്തിൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പും പിന്നെ മേക്ക് ഓവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടകരയിൽ മുന്നുണ്ടായിരുന്ന ഷോപ്പ് കൊടകരയിൽ തന്നെ സർവീസ് റോഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇക്കും കൂടി ന്യൂ ഇയർ സെലിബ്രേഷന് പോവാണ്. അങ്ങനെ ആ ചാലക്കുടിയിലെത്തി. നല്ല DJ പാർട്ടിയും ഒരുപാട് പേരുണ്ടായിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി, നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 12 മണിക്ക് പപ്പാജീനെ കത്തിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രോള് വരുന്ന പോലെ 12 മണിക്ക് കാണാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 മണിക്ക് കത്തിച്ച് അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ 8:30 എത്തിയത് നന്നായി എന്ന് നമ്മൾ ആലോചിക്കുന്നത്. കാരണം പരിപാടി കാണാനെങ്കിലും പറ്റി. 12 മണിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ലേറ്റായി വന്നിരുന്നെങ്കിൽ ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 10 മണിക്ക് കത്തിച്ചത് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു, നല്ല ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു സ്ഥലം കൂടി പോകാനുണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഹൈലൈറ്റിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ DJയും അതുപോലെ മ്യൂസിക്കൊന്നും എനിക്കിതിൽ കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടേ. പിന്നെ എൻ്റെ സൗണ്ട് മാറിയത് എത്രത്തോളം ഇതിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൗണ്ട് ഇങ്ങനെയായി. ഇനി എപ്പോഴാണ് ഇത് മാറാമെന്നറിയില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റിലൊക്കെ ആയിട്ടും പേഴ്സണലൊക്കെ ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. കുറച്ച് തിരക്കായിപ്പോയി, ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ന്യൂ ഇയറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തുടക്കമാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കറക്റ്റ് 10 മണിയായപ്പോൾ പപ്പാജീനെ കത്തിച്ചു. കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടും ആർക്കും അവിടുന്ന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ലാസ്റ്റ് രണ്ടാമത് അനൗൺസ് ചെയ്തിട്ട് ഇനി പരിപാടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടിയിൽ ഫിഷിംഗ് ടണൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് 10 മണിക്ക് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ. എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് ലാൻഡ് എക്സ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിഷിൻ്റെയൊക്കെ ഒരു പരിപാടിയായിട്ട് വന്നേക്കണതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം വരണത്. നമുക്ക് ടിക്കറ്റിന് ഇത്ര എമൗണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 120 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അതിന് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊന്നുമില്ല. നോർമൽ നമ്മളൊരു എക്സിബിഷനൊക്കെ പോകുന്ന പോലെ കുറച്ച് ഫിഷും കുറച്ച് അനിമൽസൊക്കെ ആയിട്ടാണ്. പിന്നെ അതിൽ കുറച്ച് പരിപാടിയാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊക്കെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉമ്മയുടെ അനിയത്തിയൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഈ ഫിഷിങ് തന്നെ ഒരുപാട് പലതരം ഫിഷസ് ഉണ്ടായിരുന്നു. നമ്മുടെ ടണൽ പോലെയൊക്കെ ആയിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മരത്തിൻ്റെ അടുത്തൊരു മുയൽ നിൽക്കുന്ന ഭയങ്കര രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2-3 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ആനയായിട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ അവിടെ നിന്നും അകത്തേക്ക് കയറുമ്പോൾ അതായത് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പേരെന്താണെന്നൊന്നും ഞാൻ ഓർക്കണില്ല. ഒരുപാട് ഫിഷസും ഞണ്ട് അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇല്ലേ സാധാരണ നമ്മൾ ഫിഷിൻ്റെ മേൽഭാഗത്തല്ലേ അതിന് നീന്താനുള്ള സാധനം ഉണ്ടാവുക. എനിക്കതെന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയണേ. നമ്മൾ ഈ കണ്ട മീനിന് അതിൻ്റെ അടിഭാഗത്താണ്. അപ്പോൾ അത് നീന്തുന്ന സമയത്ത് അത് തല തിരിഞ്ഞിട്ടാണ് നീന്തുന്നത് കേട്ടോ. നല്ല രസം തോന്നി. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും ഒരു ലാസ്റ്റിലേക്ക് എത്തിട്ടോ. അപ്പം ഇവിടെ മത്സ്യകന്യകയും അതുപോലെ മത്സ്യകന്യകനും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേർഡ്സും പാരറ്റും അതുപോലെ ലവ് ബേർഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ അകത്തോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. അങ്ങനെ തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കി അടുത്തേക്ക് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി സാധനം കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ആ എടുത്ത ടിക്കറ്റിൻ്റെ ഉള്ളിൽ പെടില്ല. ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപ അങ്ങനെയാണ്. അപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാമ്പിനെ മേത്തിട്ടിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് നല്ല പേടിയായിട്ട് നിൽക്കുകയായിരുന്നു. ഇക്ക ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തരെ നോക്കി അവർക്കൊക്കെ എങ്ങനെയാണ് ആ പാമ്പ് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ ഞാൻ ഓക്കെ എന്നാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതിങ്ങനെ കയ്യിൽ പിന്നെന്താ അനങ്ങുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പാമ്പ് ഇങ്ങനെ തൊടുമ്പോൾ ഒരു സ്ലിപ്പറിയൊക്കെ ആയിട്ടാണ് ഉണ്ടാവാന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബേർഡിനെയും കയ്യിലേക്ക് എടുത്തു കേട്ടോ. തീച്ചൊക്കെ കൊടുത്തു. ആൾക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിലും എൻ്റെ വള തൊടാനാണ് കേട്ടോ ആൾക്ക് ഇഷ്ടം. വളയാണ് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ നോർമൽ എക്സിബിഷനൊക്കെ ഉള്ള പോലെ അലുവയും അതുപോലെ ജ്യൂസ് ഐറ്റംസ്, ബുക്സ്, വാച്ച് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ദാഹിച്ചപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കാന്ന് വെച്ചിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും അതുപോലെ ഒരു പപ്പായ ജ്യൂസും ആണ് കേട്ടോ വാങ്ങിയത്. പപ്പായ ജ്യൂസ് അടിപൊളിയായിരുന്നു. പാലൊക്കെ ഒഴിച്ചിട്ടാണ്. കാരണം ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ചോദിച്ചു മിൽക്ക് ആഡ് ചെയ്യട്ടെ എന്നുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേനും ഇത് ക്ലോസിങ് ടൈം ആയിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. യന്ത്രൂഞ്ഞാലിൽ ഞാനും ഇക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും സത്യം പറഞ്ഞ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഇതിൽ കയറി. നല്ല രസമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും 12 മണി ആയിട്ടില്ല.
ഞങ്ങളുടെ രണ്ടാളുടെയും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റാണ് സത്യത്തിൽ ഹാപ്പി ന്യൂ ഇയർ പറയണത്. 12 മണി ആയപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കലും റോഡിലൊക്കെ എല്ലാവരും അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ബൈ.